ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസത്തിനിടെ ഇന്ത്യൻ നിർമ്മിത ലഘു യുദ്ധവിമാനം തേജസ് തകർന്ന് വീരമൃത്യു വരിച്ച വ്യോമസേനയിലെ വിംഗ് കമാൻഡർ നമാം ഷിസ്വാലിന് സ്വന്തം എയർബേസായ സുലൂർ 45 സ്ക്വാഡ്രണിൽ വിട നൽകി. കഴിഞ്ഞ ദിവസം രാവിലെ 7-നാണ് ധീരസേനാനിയുടെ മൃതദേഹം സുലൂർ എയർബേസിൽ എത്തിച്ചത്. സഹപ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. തേജസിന്റെ സ്ക്വാഡ്രണിലുള്ള സുലൂരിലാണ് വിംഗ് കമാൻഡർ നമാം ഷിസ്വാൽ സേവനമനുഷ്ഠിച്ചിരുന്നത്. ദുബായ് എയർ ഷോയ്ക്ക് വേണ്ടി സുലൂരിൽ നിന്ന് വിമാനം പറത്തിയതും ഫൈറ്റർ പൈലറ്റായ ഇദ്ദേഹം തന്നെയായിരുന്നു. ഭാര്യ വിംഗ് കമാൻഡർ അഫ്സാനും ഇവിടെ തന്നെയാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. നിലവിൽ വ്യോമസേനയിൽ ഉപരിപഠനം നടത്തുന്ന അഫ്സാനും 7 വയസ്സുകാരി മകളും സുലൂരിലെ ക്യാമ്പസിലാണ് താമസം. മകൾ ഇവിടെ കേന്ദ്രീയ വിദ്യാലയത്തിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. അപകടം നടക്കുമ്പോൾ നമാംഷിന്റെ മാതാപിതാക്കളും സുരൂരിലുണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾക്കായി കുടുംബം നേരത്തെ സ്വദേശമായ ഹിമാചലിലെ ഗ്രാമത്തിലേക്ക് മടങ്ങിയിരുന്നു. ദുബായിൽ നിന്ന് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലെത്തിച്ച മൃതദേഹം ശനിയാഴ്ച രാത്രി 9:30 റേസ് കോഴ്സിലെ എയർഫോഴ്സ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം രാവിലെ പ്രത്യേക വാഹനത്തിൽ സുലൂരിൽ എത്തിച്ചത്. 9 മണിയോടെ വ്യോമസേനാ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. വർഷങ്ങളായി കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകരും സംസ്കാര ചടങ്ങുകളിൽ അനുഗമിച്ചു.